പുസ്തകത്തിനെ കുറിച്ച് അധികം ഒന്നും എനിക്ക് പറയാനില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ചതിന് മുകളിലുള്ള കുറെ വിശകലനങ്ങളിലൂടെ നടന്നു കഴിഞ്ഞു. അപ്പൊ ഞാൻ സി രാധാകൃഷ്ണൻ സാറിനെ കുറിച്ച് ആദ്യം പറയാതെ എനിക്ക് തുടങ്ങാൻ പറ്റില്ല. കാരണം അജയ് പറഞ്ഞ പോലെ ആരാധനയോടെ നമ്മൾ കണ്ടിരുന്ന ഒരു എഴുത്തുകാരൻ. എഴുതണം എന്ന് എനിക്ക് തോന്നിയത് സാറിന്റെ എഴുത്തുകൾ വായിച്ചിട്ടാണ് കോളേജിലേക്ക് പഠിക്കുന്ന കാലത്ത്. അങ്ങനെയുള്ള ഒരാളോടുള്ള നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുക, ഒരു ഇടപെടാൻ സാധിക്കുക, വർക്ക് ചെയ്യാൻ പറ്റുക, ഇപ്പൊ ഒരു ആത്മബന്ധം പോലെ ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, അതൊന്നും മറക്കാൻ പറ്റില്ല. എന്നൊക്കെ നന്ദി പറഞ്ഞ് ഞാൻ എന്നെ ചെറുതാക്കുന്നില്ല. അപ്പൊ ഈ പുസ്തകം ഞാൻ ആദ്യം കുത്തുമ്പോവൻ എന്നുള്ള പേരാണോ കഥയാണോ അത് സത്യം പറയാൻ എനിക്കും അറിയില്ല. രണ്ടും കൂടെ ഒരുമിച്ച് വന്നതാണ്. അത് ആദ്യമേ ഉണ്ടായിരുന്നു ആ പേര്, അതിനെ ഞാൻ മാറ്റിയിട്ടില്ല. അപ്പൊ ഞാനത് വന്നു എന്ന് തന്നെ പറയുള്ളൂ. ഞാൻ ആലോചിച്ച് എഴുതിയൊന്നുമല്ല. അതിങ്ങനെ കഥ വന്നു, ഞാനതൊരു ഔട്ട്ലൈനായിട്ട് എഴുതി വെച്ചു. അപ്പൊ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇത് വളരെ ചെറുതാണല്ലോ, ഇതൊക്കെ ഒരു നോവലാക്കോ അതോ കഥയാക്കോ, രണ്ടും പറ്റില്ല. കഥയെക്കാളും വലുതാണെന്നാൽ നോവലിനെക്കാളും ചെറുതാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഞാൻ വെറുതെ സി രാധാകൃഷ്ണൻ സാറിന് അയച്ചു കൊടുത്തു. അപ്പൊ സാറ് പറഞ്ഞു ഇത് വളരെ നന്നായിട്ട് എങ്ങനെ തന്നെ പ്രസിദ്ധീകരിക്കണം, പിന്നെ ഒന്നും ആഡ് ചെയ്യണ്ടാവും. അതുപോലെ തന്നെ ഞാൻ നരേന്ദ്ര സാറിനെ അയച്ചു കൊടുത്തു. അതുപോലെ കുറെ കാലം അവിടെ ഇൻബോക്സിൽ കടന്നു. പിന്നെ നരേന്ദ്ര സാറ് വിളിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നരേന്ദ്ര സാറിന് ഈ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ 60 പേജ് വെച്ച് നമ്മൾ എങ്ങനെ പുസ്തകമാക്കും, അതൊന്നും ഒരു 100 പേജ് ആക്കാൻ വല്ല വഴിയുണ്ടോ? ഞാൻ പറഞ്ഞാൽ നോക്കാം, എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോഴും സാറ് പറഞ്ഞെന്താ വെച്ചാൽ അതൊന്നും ആഡ് ചെയ്യണ്ട, ആഡ് ചെയ്താൽ ചിലപ്പോൾ അത് കുളമാവും. ഇപ്പൊ ഇത് നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്, ഒന്നും ആഡ് ചെയ്യണ്ട. നമുക്ക് വേണമെങ്കിൽ കുറച്ച് പിക്ചേഴ്സ് ആഡ് ചെയ്യാം, ഡയഗ്രാം, എന്തെങ്കിലും ഇല്ലസ്ട്രേഷൻസ് ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു പേജസ് കൂട്ടാം. പിന്നെ ആരെക്കൊണ്ടെങ്കിലും ഒരു ആസ്വാദനം എഴുതിപ്പിക്കാം. അങ്ങനെയാണ് തിരിച്ച് നമ്മൾ പലവരെയും ആലോചിച്ചിട്ട് തിരിച്ച് സീരാധാകൃഷ്ണൻ സാറിന്റെ അടുത്ത് എന്ന് വെച്ചു. അവിടെ പോലും സാറ് ആദ്യം എന്നോട് പറഞ്ഞു അതിൽ ഒന്നും ആഡ് ചെയ്യണ്ട, എന്തെങ്കിലും ആഡ് ചെയ്താൽ അതിന്റെ ചന്തം പോകും എന്ന് സാറിന്റെ അടുത്ത് പറഞ്ഞു. അതായത് സാറും ഒന്നും എഴുതി തരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് തന്നാൽ വേണ്ട, ആഡ് ചെയ്യണ്ട. പക്ഷെ ഞങ്ങളെ രണ്ടുപേരും അമ്പരിപ്പിച്ചുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ സീരാധാകൃഷ്ണൻ സാർ ഒരു 2-3 പേജുള്ള ഒരു പിൻകുറിപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് ഒരു വരിയെ സാറിന് തിരിച്ചയച്ചുള്ളൂ. മനസ്സും കണ്ണും നിറഞ്ഞു എന്നാണ് ഞാൻ സാറിനോട് അയച്ചത്. അത്രയും ഭംഗിയായിട്ടുള്ളത് പിൻകുറിപ്പാണ് സാർ എഴുതുന്നത്. അത് ഞങ്ങൾ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആ പുസ്തകം ഉണ്ടായത്. അതിൽ കൂടുതലൊന്നും എനിക്ക് അതിനെ കുറിച്ച് പറയാനൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ ഭാഷ എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മ വരുന്നൊരു പേരാണല്ലോ ടീച്ചർ. അപ്പൊ ആർട്ടിക്കൽ സാറായിട്ട് രവിയേട്ടനായിട്ടൊക്കെ സംസാരിച്ചപ്പോഴും ഞങ്ങൾ പറഞ്ഞു ടീച്ചർ സാറിനെ രവിയേട്ടനെ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരുന്നു. ഞാൻ വിളിച്ചു നോക്കി, അപ്പൊ ഇതുപോലെ തിരക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറ്റുന്നുണ്ടാവില്ല, സാറും പറഞ്ഞു ചിലപ്പോ പറ്റുന്നുണ്ടാവില്ല, വേറെ എന്തോ അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ആ പുസ്തകം വായിച്ച് വരാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നി. കാരണം ഇതിലും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളില്ല അത്രയും ഭംഗിയായിട്ട് അതിനെ കുറിച്ച് സംസാരിച്ചു. താങ്ക് യു. വന്നതിലും സംസാരിച്ചു. അലക്സാണ്ടർ സാറിനെ എനിക്ക് പരിചയമില്ല, അതും രവിയേട്ടന്റെ ത്രൂ ആണ്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം എല്ലാം അത് പരസ്യമായിട്ട് പറയണ്ടെന്ന്. അപ്പൊ ഞങ്ങള് രവിയേട്ടനെ കുറിച്ച് പറയുന്നത് പുലിയാണെന്നാണ്. നിങ്ങള് പുലിയാണോ എന്നാണ് പറയാം. അപ്പൊ ജയിപ്പിന്ന ആൾ എന്നോട്, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചപ്പോൾ ജയിച്ചു എടാ ഞാൻ പുലിമടയിലാണെന്ന് പറഞ്ഞു. അത് സാറിന്റെ വീട്ടിലാണെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ കാണുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു കഴിവിലാണ് ഈ ഒരു ഇത് മുഴുവൻ ഉണ്ടായതും. ശരിക്കും ഞങ്ങൾ ഓൺലൈനിൽ റിലീസ് ചെയ്യാന്ന് വിചാരിച്ചിരുന്ന ഒരു സാധനം ഇത്തരം ഒരു നല്ലൊരു വേദിയിലേക്ക് എത്തിച്ചതിനും എഗെയിൻ ഞാൻ പറയുന്നത് എന്റെ മനസ്സും കണ്ടെന്ന് പറയുന്നു. നിങ്ങളുടെ എല്ലാവരും സാറിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. രവിയേട്ടൻ പറഞ്ഞിട്ട് ഇന്നാണ് പരിചയപ്പെട്ടത്. പക്ഷെ വളരെ ചുരുങ്ങിയ മിനിഞ്ഞാന്ന് രാത്രിയാണ് തീരുമാനിച്ചത്. എന്നിട്ട് അത്രയും ചുരുങ്ങിയ ഒരു ഇതിൽ തന്നെ ഇതിന് സന്നദ്ധനാവുന്ന ഇത്ര ഭംഗിയായിട്ട് ആരും നിർവഹിച്ചത്. രവീണിനെ കുറിച്ച് എനിക്കറിയായിരുന്നു. ആദ്യം എനിക്ക് നമ്മുടെ അലുമിനിയാന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷെ എഴുത്തുകാരെന്നുള്ള രീതിയിൽ എനിക്കറിയായിരുന്നു. പിന്നീട് കൃഷ്ണനാഥ് സാർ പറഞ്ഞിട്ട് അറിയാം, വിളിച്ചു നോക്കാം. അതുപോലെ വിളിച്ച ഉടനെ കോഴിക്കോടിലൂടെ വരെ വരാനും, അത് വിളിച്ച് അരമണിക്കൂറിനുള്ളിൽ നമ്മൾ എങ്ങനെയാ ട്രാൻസ്പോർട്ടേഷൻ വേണ്ടതെന്ന് ചോദിക്കണമെന്ന് മുമ്പ് പുള്ളി പറഞ്ഞില്ല, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നാ പറഞ്ഞത്. അത് അത്രയും ഹെൽപ്ഫുൾ ആയിട്ട് പിന്നെ റെഡി ആയിട്ട് ഇവിടെ അത് ആ പുസ്തകം ഞാൻ അയച്ചു കൊടുത്തു. അപ്പൊ ആ 2 ദിവസത്തിനുള്ളത് വായിച്ചതിനെ കുറിച്ച് ഇത്രയും ഭംഗിയായിട്ട് സംസാരിച്ച് വളരെ നന്ദി. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഓർഗനൈസ് നന്ദി പറയാന്നുള്ളത്
പുലി നമ്മളെ പുലിക്ക് ആ രവിചേട്ടന്റെ കൂടെ നിന്നിട്ട് അപ്പൊ രവിചേട്ടന്റെ കൂടെ ഇതെല്ലാം നിന്ന് നടത്തിയത് ജയിപ്പിയും കൂടിയാണ്. അപ്പൊ അവർ രണ്ടുപേരും കൂടിയാണ് ഇതെല്ലാം. പിന്നെ ഈ കാര്യം കുറെ കാലം അത് ഇൻബോക്സിൽ വെച്ചെന്നുണ്ടെങ്കിലും ഇത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിട്ട് നരേന്ദ്ര സാറ് വിളിച്ചത് വളരെ താല്പര്യത്തോടു കൂടിയായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞ പോലെ ഞാൻ ജയിപ്പിൻ ഡിസ്കസ് ചെയ്താൽ നമുക്ക് ഡ്രീംസ് ബുക്കിൽ തന്നെ കൂടെ ഇറക്കാന്നൊക്കെ വച്ചിരുന്ന ഒരു ഇതായിരുന്നു കുത്തുന്നത്. പക്ഷെ സാറ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് വിനോദത്തെ ഞങ്ങൾ തന്നെ ചെയ്യാം. അതിലൊരു ആത്മാർത്ഥതയും അതിലുള്ള ഒരു താല്പര്യവും എനിക്ക് കാണാൻ പറ്റി. അതായത് അത് അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് അത് പബ്ലിഷ് ചെയ്യാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ പേര് പറയുന്നില്ല, വേറൊരു പ്രസിദ്ധമായ 1-2 പ്രസിദ്ധീകരണ കമ്പനിക്ക് ഇത് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ വായിച്ചു പോലും നോക്കിയിട്ടില്ല. വായിച്ചു നോക്കിയിട്ട് അവർ ഞങ്ങൾ മറച്ചു നോക്കി കുഴപ്പമില്ല, പക്ഷെ നമുക്കൊരു 3 കൊല്ലത്തേക്ക് ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല, അത് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ, അപ്പൊ നിങ്ങൾ വേറെ ലോകം കൊടുക്കും. ഇതാണ് നമുക്ക് കിട്ടിയ. പക്ഷെ നരേന്ദ്ര സാർ വിളിച്ചപ്പോ തന്നെ അത് വായിച്ചിട്ടാണ്, അത് ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ അതാണ് നല്ലത്. അതായത് ഒരു പ്രസിദ്ധീകരണം അവരത് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ താല്പര്യം അവിടെ ഉണ്ടാവും, അതിന്റെ നന്മ അവിടെ ഉണ്ടാവും. അതുകൊണ്ടുകൂടിയാണ് ഞാൻ പിന്നെ ഒന്നും ആലോചിക്കാതെ ഗ്രീൻ ബുക്സ് തന്നെ ഇറക്കാൻ. അപ്പൊ ആ ഒരു ഫീഡ്ബാക്കിനും ആ ഒരു തയ്യാറെടുപ്പിനും റെജി പറഞ്ഞ പോലെ ഞങ്ങൾ 1 വർഷമായിട്ടുള്ള പരിചയം. പക്ഷെ അത് ആ 1 വർഷത്തിനുള്ളിൽ ഒരുപാട് അങ്ങോട്ട് പരിചയപ്പെട്ടു. അപ്പൊ അത് വളരെ ഒരു കോയിൻസിഡൻസ് ആയിരുന്നു. റെജി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയ ഒരു സംഭവമാണ്. അതായത് ഞാൻ റെജി മസ്കറ്റിലാണെന്നുള്ളതില് റെജി ഇങ്ങനെ നാട്ടിൽ വരാൻ വല്ല ചാൻസ് ഉണ്ടോ, എന്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് വാട്സപ്പിൽ ഇതാണോ പുസ്തകം മെസ്സേജ് വന്നത്. അപ്പൊ അന്നവിടെ ഗ്രീൻ ബുക്കിലിരിക്കുകയാണ്. ആദ്യം റെജി പറഞ്ഞ പോലെ ആദ്യമായിട്ടത് കയ്യിൽ കിട്ടിയ ഒരാളാണ്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ കൃഷ്ണകുമാർ സാറിനെ ഞാൻ അവസാനത്തേക്ക് വെച്ചത് അതൊരു ഓർഡറിൽ നേരത്തെ പറയേണ്ടതാണ്, എനിക്കിപ്പോൾ ഞാൻ വെച്ചത് അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. സാറ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ കുറെ പേരെ ഒരുമിച്ച് കൊണ്ട് ആലുമിനി ഈ പ്രത്യേകിച്ച് ഈ സാഹിത്യകാരന്മാരെയും ആർട്ടിസ്റ്റുകളെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന സാറ് വഹിക്കുന്ന ഒരു പങ്ക് വളരെ വലുതാണ്. അത് ആ ഒരു എനർജിയും ആ ഒരു ഇൻട്രസ്റ്റും കാരണം കൊണ്ട് മാത്രമാണ് ആ അലുമിനി ഇത്ര സ്ട്രോങ് ആയിട്ട് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിൽക്കുന്നത്. ആ ഗസൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് സാറിനെ കുറിച്ച് പറഞ്ഞു, അതുണ്ടാക്കുന്നതും അതിൽ നിന്ന് പേജ് എന്ന് പറഞ്ഞ സാധനം രൂപപ്പെട്ടു വരുന്നതും. അപ്പൊ സാറിന് അതുകൊണ്ടുകൂടിയാണ് നമ്മൾ എഴുതിയ ഡ്രാഫ്റ്റ് ആദ്യം അയച്ചു കൊടുത്തത്. പിന്നെ തൃശ്ശൂർ ഭാഷ എന്നുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ഞാനിപ്പോ കൊടുങ്ങല്ലൂരുകാരനാണെങ്കിൽ പോലും പക്ക തൃശ്ശൂർ ഭാഷ ആയിരിക്കില്ല ഞാൻ പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്നത് തെറ്റാണോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് പേർക്ക് ഞാൻ അയച്ചൊരു ഫീഡ്ബാക്ക് എടുത്തു. അപ്പൊ സാറ് പറഞ്ഞത് തന്നെയായിരുന്നു, അത് ആദ്യം മുതൽ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത് കേൾക്കുന്ന പോലെയല്ല വായിക്കുമ്പോൾ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനനുസരിച്ചൊന്നും മാറ്റിയിട്ടൊന്നുമില്ല, അതുപോലെ തന്നെയാണ് ഇപ്പോഴും പുസ്തകത്തിലുള്ളത്. കാരണം പൊതുവെ എനിക്ക് കിട്ടിയത് അത് വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, കാരണം തൃശ്ശൂർ അല്ലാത്ത 1-2 പേര് എനിക്ക് ഫീഡ്ബാക്ക് തന്നു, ആ തുടക്കത്തിലുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, അതൊന്നും മാറ്റണ്ടെന്ന് തന്നെയാണ് ഈവൻ തെക്കുന്നുള്ള 1-2 ഫ്രണ്ട്സ് വായിച്ചിട്ടുണ്ടോ. അതിനൊരു ഭംഗിയുണ്ട്, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞതെന്ന് വെച്ചാൽ അതിൽ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. ആദ്യമായിട്ട് വന്ന ആ ചുരുങ്ങിയ വേർഡ്സിൽ തന്നെയാണ് ആ പുസ്തകങ്ങളുള്ളത്, അതിൽ തന്നെ അത്. പിന്നെ ഇന്ന് ഈ മഴയും ഇതെല്ലാം സഹിച്ച് ഇന്ന് ഇവിടെ വന്നു ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഓരോരുത്തരുടെ പേരിട്ട് പറയുന്നില്ല, ഒരുപാട് പേരുടെ പേര് പറയാനുണ്ട്. ഒരുപാട് പേര് നന്ദി പറയാനുണ്ടെങ്കിൽ ഞാൻ ആരെയും വിട്ടുപോകോ പേടിച്ചിട്ട്. പിന്നെ ഞാൻ കേൾപ്പിച്ച ആ റീലില് അതില് ശബ്ദം 1-2 പേരെ കൂടി പരാമർശിക്കാനുണ്ട്. അതില് ശബ്ദം നൽകിയത് ഇവിടെ തൃശ്ശൂരുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു RJ സുബു എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്, രാംദാസ് എന്ന് പറഞ്ഞിട്ട് സാർ. അവരാണ് അത് ചെയ്തു തന്നത്, ഓഡിയോ ചെയ്തു തന്നത്, ആ റീൽസിൽ ഇട്ടേക്കുന്നത്. അത് ഈ പുസ്തകത്തിന്റെ ഒരു പോർഷൻ അവർ വായിച്ചിട്ട് തന്നതാണ്. അപ്പൊ ആദ്യം അവര് ഈ ബുക്കിന്റെ സ്റ്റൈലിൽ നരേഷൻ ചെയ്തു. അപ്പൊ അത് വേണ്ട, ഡയലോഗ് പറയുന്ന പോലെ പറയാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു തന്നതാണ്. അപ്പൊ അത് ഞങ്ങൾ നാളെ മുതൽ അതൊക്കെ ഇന്റർനെറ്റിലൊക്കെ റീൽസ് ആയിട്ട് ഇടാനുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അവരെ എനിക്ക് പരിചയപ്പെട്ടു തന്നത് നമ്മുടെ ചേതന സ്റ്റുഡിയോയിലെ സജി ഇവിടുന്ന് പോയി ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എനിക്ക് അവരെ പരിചയപ്പെടുത്തി തന്നത്. അപ്പൊ അവരെ പിന്നെ അത് ഇല്ലസ്ട്രേഷൻസ് ചെയ്തത് N ദിവാകരൻ എന്ന് പറഞ്ഞിട്ട് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഫേസ്ബുക്ക് വഴിയും വേറെ ആൾക്കാർ വഴിയും പരിചയപ്പെട്ടതാണ്. അപ്പൊ ആ നോവൽ അയച്ചു കൊടുത്തിട്ട് അതിനുള്ളിൽ ചില ഭാഗങ്ങളിൽ ഇല്ലസ്ട്രേഷൻ ചെയ്തു തന്നത് അദ്ദേഹമാണ്. അപ്പൊ ഇവരെയൊക്കെ ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്.
അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എല്ലാവരും പുസ്തകം വായിക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.